ഭാരത അടിമത്വത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയ ചാച്ചാജി ഭാരത മണ്ണിനു വേണ്ടി സ്വാതന്ത്ര്യത്തിൻ വേരുകളാഴ്ത്താൻ ജനത സൃഷ്ടിച്ച ചാച്ചാജി ഭാരത അടിമത്വത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയ ചാച്ചാജി. പരിപാവനമാം തലപ്പാവും പരിപൂർണതയുടെ പുഞ്ചിരിയും പരിപാവനമാം തലപ്പാവും പരിപൂർണതയുടെ പുഞ്ചിരിയും പനിനീർ പുഷ്പം നെഞ്ചിൽ ചാർത്തി പനിനീർ പുഷ്പം നെഞ്ചിൽ ചാർത്തി സ്നേഹം വിടർത്തിയ ചാച്ചാജി ഭാരത അടിമത്വത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയ ചാച്ചാജി. കുഞ്ഞിളം മനസ്സിൻ വെൺപ്രഭയാൽ എന്നും നിറയും ചാച്ചാജി കുഞ്ഞിളം മനസ്സിൻ വെൺപ്രഭയാൽ എന്നും നിറയും ചാച്ചാജി. സത്യധർമ്മത്തിൻ സമത്വ ചിന്തയിൽ സത്യധർമ്മത്തിൻ സമത്വ ചിന്തയിൽ വരും തലമുറയുടെ വഴികാട്ടി വരും തലമുറയുടെ വഴികാട്ടി ഭാരത അടിമത്വത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയ ചാച്ചാജി ഭാരത മണ്ണിനു വേണ്ടി ഭാരത മണ്ണിനു വേണ്ടി സ്വാതന്ത്ര്യത്തിൻ വേരുകളാഴ്ത്താൻ ജനത സൃഷ്ടിച്ച ചാച്ചാജി ഭാരത അടിമത്വത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിയ ചാച്ചാജി. Good morning to the respected principal, teachers and all my dear friends. My name is Hannah Mary Kuriakos from class 4B. First all of you, I wish you a very happy Children's Day. And I would like to thank my class teacher for giving me an opportunity about this special day. Children's Day is celebrated on 14th November every year in India. It is the birth anniversary of Pandit Jawaharlal Nehru. He was the first Prime Minister of independent India and great leader. Pandit Jawaharlal Nehru loved children very much and fondly called him Chacha Nehru. Because of his loved children, his birthday celebrated as Children's Day. Children's Day is very happy day for children. It also called as Bal Divas. This day, many educational and motivational programs held across India for children. Children's Day is accepted when our country from child get the same right to education. Once again, happy Children's Day. Thank you. Have a nice day. അവരുന്നു ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി ചാച്ചാജിയുടെ ജന്മദിനം കുട്ടികൾക്ക് ശിശുദിനം അവരുന്നു ചാച്ചാജി
ചാച്ചാജിയുടെ ജന്മദിനം കുട്ടികൾക്ക് ശിശുദിനം. Everyone, today 14th November, we are gathered here to celebrate Children's Day and to commemorate the birth anniversary of our first Prime Minister of Independent India, Pandit Jawaharlal Nehru, fighter, prominent leader, wonderful orator, and a good writer. As Prime Minister of India, focusing on making India the world leader. More than 16 years, he served India as the Prime Minister. He kept in mind to develop India to the highest, keeping India's values such as democracy, tolerance, fraternity, brotherhood, etc. നെഹ്റുവിനെ കുറിച്ച് മെക്സിക്കൻ കവിയും ചിന്തകനുമായ ഒക്ടോവിയോ പാസ് പറഞ്ഞത്, നെഹ്റു തൻ്റെ രാഷ്ട്രത്തെയോ ലോകത്തെയോ ചോര കൊണ്ട് കളങ്കപ്പെടുത്തിയില്ല. നെഹ്റുവിനെ കണ്ടെത്താൻ ഇതിനേക്കാൾ മികച്ചൊരു പ്രസ്താവന വർത്തമാനകാല ഇന്ത്യക്ക് ആവശ്യമില്ല. Due to his tremendous love for children, November 14th is observed as Children's Day, and at the same time we consider it as a tribute to this great soul. My dear children, it is not all about organizing events and giving some gifts each other. This is the day to realize your importance, to develop India, to live for our nation. Jawaharlal Nehru said, children are the strength and future of our nation. Once again, I wish you a very happy Children's Day. Thank you. Jai Hind. നമ്മൾ കൊണ്ടൊരു ചാച്ചാജി, നന്മ നിറഞ്ഞൊരു ചാച്ചാജി, വെള്ളയുടുപ്പും ഇട്ടിട്ട റോസാപ്പൂവും വെച്ചിട്ട ചുണ്ടിൽ ചിരിയും വീഴ്ചിട്ട് കുട്ടികളാവും നമ്മോടെല്ലാം കുശലം പറയും ചാച്ചാജി. സദസ്സിന് നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ആവേശമായി മറ്റൊരു ശിശുദിനം കൂടി വന്നിരിക്കുന്നു. നവംബർ 14 ശിശുദിനമായി നാം ആഘോഷിക്കുകയാണല്ലോ. കുട്ടികളെ സ്നേഹിച്ച, കുട്ടികൾക്ക് വേണ്ടി സ്വപ്നം കണ്ട നമ്മുടെ പ്രിയങ്കരനായ ചാച്ചാജിയുടെ ജന്മദിനമാണിന്ന്. ശിശുദിനം എന്ന് കേൾക്കുമ്പോൾ തന്നെ വെള്ളക്കുപ്പായം അണിഞ്ഞ് തലയിൽ ഗാന്ധി തൊപ്പിയിൽ വെച്ച് ഇടനെഞ്ചിൽ പനിനീർ പുഷ്പം ചൂടി പുഞ്ചിരിയോടെ നിൽക്കുന്ന ചാച്ചാജിയുടെ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ തെളിയുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന മഹാനെ ഓർമ്മിക്കാൻ കൂടിയാണ് ഈ ദിനം. സ്വാതന്ത്ര്യ സമര നേതാവും ആധുനിക ഇന്ത്യയുടെ ശില്പിയുമാണ് ചാച്ചാജി. നീണ്ട 17 വർഷങ്ങൾ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി തുടങ്ങിയ അനേക പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഭാരതത്തിന്റെ ഭാവിയെ കുഞ്ഞു കൈകളിൽ വഹിക്കുന്ന ഓരോ കുട്ടികൾക്കും അറിവും ആരോഗ്യവും ആഹാരവും സന്തോഷവും സുരക്ഷിതമായ ജീവിതവും നൽകണമെന്ന് ചാച്ചാജിയുടെ സ്വപ്നമായിരുന്നു. അതാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ശക്തമായ വളർച്ചയ്ക്ക് അത്യാവശ്യം എന്ന്
അതിനുവേണ്ടി ചാച്ചാജി വളരെ അധ്വാനിച്ചു. ഈ നമ്മുടെ രാജ്യത്തിൽ ഓരോ കുട്ടിക്കും ഇതെല്ലാം ലഭിക്കുന്ന ഒരു നല്ല സമൂഹം ഉണ്ടാകട്ടെ. ചാച്ചാജിയുടെ സ്വപ്നങ്ങൾ പോലെ തന്നെ എല്ലാ കുട്ടികൾക്കും അറിവും ആരോഗ്യവും ആഹാരവും സന്തോഷവും ഉണ്ടാകട്ടെ. ബാലപീഡനങ്ങളും അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കാലയളവിൽ അതിനെയെല്ലാം തുരത്തി എറിഞ്ഞ് നമുക്ക് നല്ലൊരു ഭാവിയെ സ്വപ്നം കാണാം. എന്റെ എല്ലാ കൂട്ടുകാർക്കും ശിശുദിനം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. नमस्ते, आज चाचा नेहरू का जन्मदिन है। मैं एक गाना सुनाता हूँ। आओ बच्चों मिलके मनाए बाल दिवस एक साथ में। आओ बच्चों मिलके मनाए बाल दिवस एक साथ में। हैप्पी चिल्ड्रंस डे, हैप्पी चिल्ड्रंस डे, हैप्पी चिल्ड्रंस डे, हैप्पी चिल्ड्रंस डे। चाचा नेहरू की बगिया के हम सब फूल निराले हैं। चाचा नेहरू की बगिया के हम सब फूल निराले हैं। रंग बिरंगे तरंग तरंग से खुशबू देने वाले हैं। रंग बिरंगे तरंग तरंग से खुशबू देने वाले हैं। हैप्पी चिल्ड्रंस डे, हैप्पी चिल्ड्रंस डे, हैप्पी चिल्ड्रंस डे, हैप्पी चिल्ड्रंस डे। धन्यवाद. ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് ഞാൻ പറയാൻ വന്ന കഥയുടെ പേരാണ് ആനയും കുരുവിയും. പണ്ട് ഒരാനക്കുട്ടിയും അതിൻ്റെ കുടുംബം അവർ നദിയിൽ അവർ വെള്ളം കുടിക്കാനും അവർ കുളിക്കാനും അവർ പോയി. ആ സമയത്ത് ഒരു കുരുവി വന്ന് അതിലെ കുഞ്ഞാനയുടെ ചുറ്റും ചിരിച്ചോണ്ട് ചുറ്റിക്കറങ്ങി നിന്നു. അപ്പോൾ ആനക്കുട്ടി ചോദിച്ചു, നീ എന്തിനാ എന്റെ പറയുമ്പോൾ നീ ചുറ്റി ചുറ്റി എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ കുരുവി പറഞ്ഞു, നീ എന്റെ കൂട്ടുകൂടാവോ? അപ്പൊ ആന പൊട്ടിച്ചിരിച്ചു. അതുകൊണ്ട് കുരുവി വിഷമിച്ചു. അപ്പൊ ആന പറഞ്ഞു, എനിക്കും ഒരിക്കലും കൂട്ടുകൂടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് കുരുവിക്ക് ഒത്തിരി വിഷമമായി. അപ്പൊ പറഞ്ഞു, അതെന്താ നിനക്കും എനിക്ക് എന്താ കൂട്ടുകൂടാത്തേന്ന് കുരുവി ചോദിച്ചു. വലിയ ചെവിയുണ്ട്, എനിക്ക് വലിയ ദേഹമുണ്ട്, എല്ലാം ഉണ്ട്. നിനക്കോ കൊച്ചു ചെറുതും കൊച്ചു ദേഹവും ഉള്ളെന്ന് പറയുന്നു. ഇവിടുന്ന് പോന്ന് പറഞ്ഞു. ആ കുരുവി വിഷമത്തോടെ ഒന്നും ഇല്ലാതെ അവിടുന്ന് പോയി. കുട്ടികളുടെ കുടുംബം അവർ വീട്ടിൽ ചെന്ന സമയത്ത് ആനക്കുട്ടിക്ക് വിഷം. ആ സമയത്ത് ആനക്കുട്ടി അവിടെ ആനക്കുട്ടി സമയം പോയത് അറിഞ്ഞില്ല. ആനക്കുട്ടി അവിടെ കിടന്ന് കരഞ്ഞു. ആ സമയത്ത് കുരുവി ആ സൗണ്ട് കേട്ടിട്ട് കുരുവി വന്ന് ചോദിച്ചു, എന്റെ സുഹൃത്തെ നീ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. ആ സമയത്ത് പറഞ്ഞു, എനിക്ക് എന്റെ അമ്മ അച്ഛനെ കാണും, എനിക്ക് വലിയ അറിയത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പൊ കുരുവി പറഞ്ഞു, ഞാൻ നീ കുടുംബത്തിനെ കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. കുരുവിയുടെ കൂട്ടുകാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് കുരുവി ആനയുടെ കുടുംബത്തിനെ കണ്ടുപിടിച്ചു. അങ്ങനെ അത് വേഗം ആനക്കുട്ടിയോട് പോയി അറിയിച്ചു. അങ്ങനെ ആനക്കുട്ടി പറഞ്ഞു, ഞാൻ പറക്കാം, നീ എന്റെ പുറകിൽ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആന കുരുവിയുടെ പുറകിൽ തന്നെ പറന്നു പോയി. ആനക്കുട്ടിക്ക് ആനക്കുട്ടിയുടെ അഹങ്കാരം മനസ്സിലായി. അപ്പൊ അതിലൊരു കുടുംബമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയട്ടെ. സൗന്ദര്യം ഒന്നും നോക്കരുത്, കളറും ഒന്നും നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആനക്കുട്ടിക്ക് ആനക്കുട്ടിയുടെ അഹങ്കാരം എല്ലാം മനസ്സിലായി. താങ്ക് യു. Good morning everyone. My name is Christina. At first, I wish you all a very happy Children's Day. Children's Day celebrated on 14 November every year. It is the birth anniversary of Pandit Jawaharlal Nehru. He was the first Prime Minister of India. He loved children very much. Children call him Chachaji. Children's Day is a very happy day for children. Thank you. Good morning to all. Respected sisters, teachers and all my dear friends. We celebrated Children's Day on 14th November every year. Children's Day is celebrated on the birth
first Prime Minister of India and a great leader. He loved children very much. Children called Chacha Nehru. The main purpose of Children's Day is child care and child education in the country. Happy Children's Day. Thank you. കൂട്ടുകാരെ കൂട്ടുകാരെ ഇന്നാണ് ചാച്ചാജിയുടെ പിറന്നാളാണ്. നമുക്കെല്ലാം പിറന്നാള്. തൊപ്പിയെടുത്ത് റസാപ്പൂവും ചൂടിയിട്ട് പാട്ടും കളിയും ആഘോഷം കൂട്ടുകാർക്ക് സന്തോഷം. പറയാൻ പറഞ്ഞതാണ് എവിടെയുണ്ട് വിശേഷങ്ങൾ. ബഹുമാനപ്പെട്ട സിസ്റ്റർ, ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നാം ശിശുദിനമായി ആഘോഷിക്കുകയാണല്ലോ. സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികളെ അദ്ദേഹം വളരെ സ്നേഹിക്കുന്നതിനാലാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. കുട്ടികളെ സ്നേഹിക്കുന്ന അദ്ദേഹത്തെ കുട്ടികൾ ചാച്ചാജി എന്നാണ് സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത്. അദ്ദേഹം ഒരു നല്ല ഭരണകർത്താവും എഴുത്തുകാരനും പ്രാസംഗികനുമായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിന്റെ ശില്പി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ചാച്ചാജിയുടെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ചാച്ചാച്ചി, നമ്മുടെ സ്വന്തം ചാച്ചാച്ചി, സ്നേഹം കൊണ്ടും ചാച്ചാച്ചി, പുഞ്ചിരി തൂവും ചാച്ചാച്ചി, ചാച്ചാച്ചി ചാച്ചാച്ചി, നമ്മുടെ സ്വന്തം ചാച്ചാച്ചി. നമ്മുടെ സ്വന്തം ചാച്ചാച്ചി, തൊപ്പിയും വെച്ച് ചാച്ചാച്ചി, റോസാപ്പൂവും വെച്ച ചാച്ചാച്ചി, ചാച്ചാച്ചി മുള ചാച്ചാച്ചി, ചാച്ചാച്ചി മുള ചാച്ചാച്ചി. മാനസദസ്സിന് നമസ്കാരം. ഇന്ന് നവംബർ 14 ശിശുദിനം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. കുട്ടികളോട് വളരെയധികം സ്നേഹവും വാത്സല്യവും കാട്ടിയിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതുകൊണ്ട് കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്നത് ചാച്ചാജി എന്നായിരുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 ചാച്ചാജിയുടെ പിറന്നാള്. അമ്മക്കെല്ലാം പിറന്നാള്. കളിയും ചിരിയും പാട്ടും എല്ലാവർക്കെല്ലാം സന്തോഷം. നമസ്കാരം കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ ഇഷ്ടമാണോ? എങ്കിൽ ഞാനൊരു കഥ പറയാം. എന്റെ കഥയുടെ പേരാണ് സിംഹവും കുഞ്ഞെലിയും. പണ്ടൊരു കാട്ടിൽ ഒരു വലിയ സിംഹവും ഒരു കുഞ്ഞെലിയും താമസിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം സിംഹം വയറ് നിറയെ ഭക്ഷണം കഴിച്ച് തന്റെ ഗുഹയിൽ കിടന്നുറങ്ങുകയായിരുന്നു. അത് കണ്ടെലി സിംഹത്തിന് മേൽ ചാടി കളിക്കാൻ തുടങ്ങി. സിംഹം ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. ആരാണ് എന്റെ മേൽ ചാടി കളിക്കുന്നത്? എലി പേടിച്ചു വിറച്ചു. അയ്യോ, ഞാനൊരു പാവമാണ്, എന്നെ വെറുതെ വിടുന്നെന്ന് പറഞ്ഞ കുഞ്ഞെലി സിംഹത്തിനോട് അപേക്ഷിച്ചു. അതിന് പകരമായി ഞാൻ നിന്നെ എന്തെങ്കിലും സഹായിക്കാമെന്ന് കുഞ്ഞെലി പറഞ്ഞു. സിംഹം ഇത് കേട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നീ വളരെ ചെറുതാണല്ലോ, പിന്നെങ്ങനെ നീ എന്നെ സഹായിക്കുമെന്ന് സിംഹം പറഞ്ഞു. സിംഹത്തിന് കുഞ്ഞെലിയോട് ദയ തോന്നി വെറുതെ വിട്ടു. അങ്ങനെ ഒരു ദിവസം സിംഹം വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങി. സിംഹം അല്ലാതിക്കൊണ്ട് രക്ഷപ്പെടാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അലർച്ച കേട്ട എലി അതുവഴി വന്നു. തന്റെ മൂർച്ചയുള്ള പല്ലുകൊണ്ട് ആ വല കടിച്ചു മുറിച്ചു. സിംഹം രക്ഷപ്പെട്ടു. സന്തോഷത്തോടെ കുഞ്ഞിലോട് നന്ദി പറഞ്ഞു. കൂട്ടുകാരെ, ഇതിന്റെ ഗുണപാഠം എന്താ? വലുതായാലും ചെറുതായാലും എല്ലാവർക്കും
അതിൻ്റെതായ മഹത്വമുണ്ട്. നന്ദി, നമസ്കാരം. Respected principal, teachers and all my friends, today I am here to speak a few words about Children's Day. Happy Children's Day to all. Children's Day is celebrated on 14th November every year in India. It is the birth anniversary of our first Prime Minister, Pandit Jawaharlal Nehru. He was very fond of children and children called him Chachaji. He was a great freedom fighter who fought hard for India's independence. He had immense love for children and believed that children are the future of our nation, so educate them properly. Children's Day is celebrated to make people aware that children are the future of our country. Let us all celebrate this day with happiness and enjoy the best phase of our life, our childhood. Thank you. ശിശുദിനമെത്തി ചാച്ചാജിയുടെ ജന്മദിനം. നീലൻ കോട്ടിൽ റോസാപ്പൂവും തലയിൽ വെള്ളത്തൊപ്പിയുമായി സ്വാതന്ത്ര്യത്തിൻ വിത്തുകൾ പാകിയ ചാച്ചാജിയുടെ ജന്മദിനം. നമ്മുടെ പ്രധാനമന്ത്രി ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനമെത്തി ചാച്ചാജിയുടെ ജന്മദിനം. നീലൻ കോട്ടിൽ റോസാപ്പൂവും തലയിൽ വെള്ളത്തൊപ്പിയുമായി സ്വാതന്ത്ര്യത്തിൻ വിത്തുകൾ പാകിയ ചാച്ചാജിയുടെ ജന്മദിനം. നമ്മുടെ പ്രധാനമന്ത്രി ചാച്ചാജിയുടെ ജന്മദിനം. നന്ദി. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ, അധ്യാപകർ, കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു ശിശുദിനം കൂടി വന്നണയാൻ പോവുകയാണ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ 14 ശിശുദിനമായി ആഘോഷിക്കുന്നത്. ജവഹർ എന്നാൽ അരുമയായ രത്നം എന്നാണ് അർത്ഥം. ഇന്ത്യയുടെ ആധുനിക ശില്പി എന്ന് കൂടെ ജവഹർലാൽ നെഹ്റു അറിയപ്പെടുന്നു. ഭരണകർത്താവായിരുന്ന ജവഹർലാൽ നെഹ്റു തൻ്റെ 74-ാം വയസ്സിൽ 1964 മെയ് 27 അന്തരിച്ചു. ഈ ശിശുദിനത്തിൽ ചാച്ചാജി നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു വാക്യം നമ്മൾ ഓർക്കാം. കുഞ്ഞുങ്ങളും പൂക്കളും മൃദുലവും നിർമ്മലവുമാണ്. അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ. എല്ലാ കുട്ടികളും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നൽകി. Morning, Mr. Teachers and all my dear friends. I am Anamika from class 4A. First, I wish you all a happy Children's Day. Today is November 14. We celebrate Children's Day on this day. This is the birthday of Pandit Jawaharlal Nehru. He was the first Prime Minister of India. He loved children very much. Children fondly call him Chacha Nehru. Children's Day is a very happy day of all children. Once Pandit Jawaharlal Nehru said that the children of today will make India of tomorrow. The way they bring them up will determine the future of the country. Children's Day is succeed when our country is free from child labor and every child gets the same right to education. So my dear friends, let's take forward our Chacha Nehru dream. Thank you. Good morning. My name is Ashra Praveen. I tap the lightly, tap and back. All I want to say, come says but I did no one that much as that. Tap and back, pat and tap. Get your flashes, oh my love. I tap the lightly, tap and back. All I want to say, come says but I did no one that much as that. Tap and pat and tap. Get your flashes, oh my love. Hop a little, jump a little, 1, 2, 3. Run a little, skip a little, jump over knee. Bend a little, stretch a little, nod your head. Run a little, skip a little, in your bed.
Hop a little, jump a little, 1, 2, 3. Run next, you skip a little, tap over me. Bend a little, touch a little, nod your head. Run a little, sleep a little in your bed. Thank you. ദാ വരുന്നു ചാച്ചാതി, നമ്മുടെ സ്വന്തം ചാച്ചാതി. ചാച്ചാതിയുടെ ജന്മദിനം, കുഞ്ഞുങ്ങൾക്ക് ശിശുദിനം. വെള്ളത്തൊപ്പിയും ചുപ്പയുമിട്ട റോസാപ്പൂക്കി കുത്തി. കുഞ്ഞുങ്ങളെ നമ്മളെ ഇഷ്ടപ്പെട്ടൊരു നേതാവ്. ആ നേതാവിൻ ജന്മദിനത്തിൽ നേരാമാക്കൾ അഭിമാനിക്കാം, ആഘോഷിക്കാം ആ നേതാവിൻ ജന്മദിനം. നന്ദി. മാനസാർത്ഥിക്ക് നമസ്കാരം. നവംബർ 14 ശിശുദിനം. കുട്ടികളെ ഏറെ സ്നേഹിച്ചിരുന്ന ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. പണ്ഡിറ്റ് നെഹ്റു കുട്ടികളോടുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും പ്രതീകമായിരുന്നു. നെഹ്റു കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഇഷ്ടപ്പെടുകയും അവരാണ് രാജ്യത്തിന്റെ ഭാവിയിൽ വിശ്വസിക്കുകയും ചെയ്തു. ആഘോഷങ്ങൾ ഏറെ ഇഷ്ടപ്പെടുമ്പോൾ കുട്ടികളാണ് സമൂഹത്തിന്റെ കരുത്തെന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തി കൂടിയാണ് നെഹ്റു. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ചാച്ചാജി എന്ന് വിളിച്ചു. നമ്മുടെ സമൂഹത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ കുട്ടികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ശിശുദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കുട്ടികളെ നന്നായി വളർത്തിയെടുക്കുമ്പോൾ ആ ശക്തമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുവാൻ പ്രാപ്തരാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിനും മാത്രമേ സാധ്യമാകൂ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് നിർമ്മല സ്വപ്നങ്ങളായിരുന്നു. ആ സ്വപ്നങ്ങൾക്ക് എത്രമാത്രം നിറമങ്ങിയെന്ന് സമകാല ഭാരതത്തിലെയും ലോകത്തിലെയും കുട്ടികളുടെ അവസ്ഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്തെ കുട്ടികൾ അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടുകയാണ്. ബാലവേല കുട്ടികളുടെ എണ്ണം കൂടും. ബാലവേല തടയാൻ ശ്രമിക്കാതെ ഓരോ കുട്ടിക്കും പ്രാഥമിക വിദ്യാഭ്യാസം ലഭ്യമാകാതെ നാം അവരുടെ കാലിൽ സ്വന്തമായി എഴുത്തിലാക്കുകയാണ്. തന്റെ നേതൃത്വത്തിലുടനീളം നെഹ്റു ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ലോകരാഷ്ട്രങ്ങളിൽ ഉന്നത നിലയിലെത്തിക്കാൻ പരിശ്രമം ചെയ്തു. കുട്ടികളെ ശാക്തീകരിക്കുന്നതിലൂടെ നേടാനാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യ രൂപപ്പെടുത്തുക. നമ്മളെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഉച്ചാചാര്യയോട് വിശ്വസിച്ചു. ഈ ശിശുദിനത്തിൽ നമ്മുടെ കുട്ടികൾക്ക് അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പോരാടുകയാണ്. നന്ദി. ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. ചാച്ചാജി ചാച്ചാജി നമ്മുടെ സ്വന്തം ചാച്ചാജി. സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തൂങ്ങും ചാച്ചാജി. സ്നേഹം ചൊരിയും ചാച്ചാജി, പുഞ്ചിരി തൂങ്ങും ചാച്ചാജി. ശിശുദിനം എന്താണെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനം എന്താണെന്നറിയാമോ? ചാച്ചാജിയുടെ ജന്മദിനം. സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മൾക്കായി. സ്നേഹിച്ചെന്നും കുട്ടികളെ സ്വപ്നം കണ്ടു നമ്മൾക്കായി. ഓർത്തിടുന്നീ ജന്മദിനത്തിൽ ചാച്ചാജിയെ ഹൃദയത്തിൽ. ചാച്ചാജിയെ ഹൃദയത്തിൽ. താങ്ക് യു. Good morning everyone, respected sisters, teachers and my dear friends. Today is November 14 and we are celebrating the Children's Day. At first I wish you all a very happy Children's Day. The Children's Day is the special day of all children. It is the birthday of Pandit Jawaharlal Nehru. He was the first Prime Minister of India. He loved children very much. Children lovingly called him Chacha Nehru. Children's Day promotes children's love and care. Thank you. ഇന്ന് നവംബർ 14 ചാച്ചാജിയുടെ പിറന്നാള്. സ്വതന്ത്ര സാരക ശില്പി സാരക ചാച്ചാജിയുടെ പിറന്നാള്. നാടു നയിച്ചു ചാച്ചാജി, ജയിലിലുറങ്ങി ചാച്ചാജി. നാടും വീടും വിറ്റോരെ തോപ്പിച്ചല്ലോ ചാച്ചാജി. നന്മകൾ മാത്രം ചെയ്യാനും നന്മ പറഞ്ഞാൽ കേൾക്കാനും നമ്മെ നയിച്ചു ചാച്ചാജി, നമ്മുടെ സ്വന്തം ചാച്ചാജി. താങ്ക് യു.
കൊണ്ടിന്നേ ഗാനവിവാദ്യങ്ങൾ. നമ്മളൊന്നെന്ന വാക്കാണേ ഭാരതാംബയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണേ എല്ലാരും. നമ്മളൊന്നെന്ന വാക്കാണേ ഭാരതാംബയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണേ എല്ലാരും. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. നോവു ചിഹ്നമേ പോർച്ചരിതം ത്യാഗനിർഫലം നീച്ചരിതം. പോർനിലങ്ങളിൽ പോരടിച്ചവർ തന്നു പോയതീ സ്വാതന്ത്ര്യം. നോവു ചിഹ്നമേ പോർച്ചരിതം ത്യാഗനിർഫലം നീച്ചരിതം. പോർനിലങ്ങളിൽ പോരടിച്ചവർ തന്നു പോയതീ സ്വാതന്ത്ര്യം. സ്നേഹമുള്ളങ്ങൾ പൂത്തുവിടരുന്നൊരരിമനാടിനെ കാത്തിടാം. വിഭജനത്തിന്റെ സ്വരമുണർത്തുന്ന കളകളെ മുളൈതുള്ളിടാം. നെഞ്ചേൽക്കാം ഭാരതം നാടിനുണരുന്നു ജയഗീതം പടരുന്നു. സ്വാതന്ത്ര്യ പുലരി പൊതുജീവൻ പകരുന്നു. ഇടനെഞ്ചിൽ വേരോടും കടലാടും ഓർമ്മകളെ ചുരുമിൽ പൂക്കൾ കൊണ്ടിന്നേ ഗാനവിവാദ്യങ്ങൾ. നമ്മളൊന്നെന്ന വാക്കാണേ ഭാരതാംബയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണേ എല്ലാരും. നമ്മളൊന്നെന്ന വാക്കാണേ ഭാരതാംബയ്ക്ക് പ്രിയമേറെ കാത്തുരക്ഷിച്ചു മുന്നേറാം ഒന്നാണേ എല്ലാരും. വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം. കഴിഞ്ഞ സാറ്റർഡേ ചിൽഡ്രൻസ് ഡേയുടെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് വൈസ്മെൻസ് ക്ലബ് നടത്തിയ കോമ്പറ്റീഷന് പ്രൈമറി സെക്ഷനും LP സെക്ഷനും KG സെക്ഷനും നമ്മുടെ സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഓവറോൾ ട്രോഫി നേടിയത്. LP സെക്ഷൻ്റെ ഓവറോൾ ട്രോഫിയാണിത്. KG സെക്ഷൻ്റെ ഓവറോൾ ട്രോഫിയാണിത്. അടുത്ത വർഷം നിങ്ങൾ പോയി ട്രോഫി വാങ്ങിക്കണം. ഈ ഒരു വർഷം നമുക്കിവിടെ ഈ ട്രോഫി സൂക്ഷിക്കാം. പിന്നെ അതിൻ്റെ സമ്മാനങ്ങളാണ് ആദ്യമേ വായിക്കാൻ പോകുന്നത്. Ishan Thomas Fancy Dress Competition First Prize. Arshida Praveen Action Song First Prize. Arshida. Arshida. Next, Aksa Susan George Storytelling First Prize. Harshika Art Memory Test First Prize. Harshika. Hannah Mary Kuryakos Memory Test Second Prize. Aisha Tajuddin Storytelling Third Prize. Stefan Tino Terrien Knowing Animals Third Prize. Angel Mary George Light Music Third Prize. Divya Color India Divya. For that competition is also our students got all those who have participated, they got participation certificate. Those certificates will be given in the class by your class teachers. Other prizes and trophies will be given now. Ayan Anthony 1 A grade. Avantika Manoj Kumar 40. Saada Nisar. Saada. Alona Anna Sanju. Nivedita Omanakotan class 1.
Nivedita. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध